പൂക്കിയുണ്ട്, സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ കോളടിച്ചിരിക്കുകയാണ് സർക്കാരിന്. 44 ദിവസത്തിനിടെ പിഴയിട്ടത് 1 കോടി രൂപയാണ്. 86.35 ലക്ഷം രൂപയാണ് മെയ് മാസത്തെ പിഴത്തുക. 71.5 ലക്ഷം രൂപ മെയ് മാസം പിഴ ലഭിച്ചവരിൽ നിന്ന് ഈടാക്കാനുണ്ട്. ജൂണിൽ ഇതുവരെ 480 കേസുകളായി 14 ലക്ഷം രൂപ പിഴ നൽകി. അടിപൊളി. എന്തൊക്കെയായിരുന്നു ഇലക്ഷന് മുൻപ് ഇവരുടെ പ്രഹസനങ്ങൾ? അപകടകരമല്ലാത്ത വിധത്തിലുള്ള എല്ലാ മോഡിഫിക്കേഷൻസിനെയും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ഇടതുപക്ഷ സർക്കാർ ഈ പറയുന്ന നമ്മുടെ ഈ ഫ്ലഡൊക്കെ ഉണ്ടായ സമയങ്ങളിൽ അല്ലെ റാലിയുടെയൊക്കെ ഇടയിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത കുറേ വാഹനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആ വാഹനങ്ങൾക്ക് പെറ്റി അടിച്ചു കൊടുത്തൊരു സർക്കാരായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ വണ്ടിപ്രേമികൾ രംഗത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടത്. ഞാനൊരു വണ്ടിപ്രേമി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം ഒന്നും വാഹനങ്ങൾ കാണിച്ചു വെക്കാറില്ല. വേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കും. അല്ലാതെ വാഹനത്തിൻ്റെ ടയറിന് നീളം കൂട്ടുക, റോഡ് റോളറിനേക്കാൾ വലിയ ടയറാക്കുക, എന്നിട്ട് കുറേ കണ്ണാപ്പിത്തറ റോഡിൽ കിടന്ന് കാണിക്കുക, ഇതൊന്നുമല്ല നമ്മൾ ശരിക്കുള്ളൊരു വാഹനപ്രേമി എന്ന് പറയുന്നത്. വണ്ടി ആദ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, നീറ്റായിട്ട് കൊണ്ടുപോകുക, വണ്ടിയുടെ കണ്ടീഷൻ പ്രോപ്പറാക്കി വെക്കുക. അല്ലാതെ കുറേ സാധനങ്ങൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ വാഹനപ്രേമികൾ പറഞ്ഞത് പിണറായി വിജയൻ വൃത്തികെട്ടവനാണ്, പിണറായി വിജയൻ കാരണം ഞങ്ങൾക്ക് വാഹനം മോഡിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ വാഹനങ്ങൾക്ക് ലുക്കില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശനെ അല്ലെങ്കിൽ വി ഡി സവർക്കറിനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത്. അങ്ങനെ വി ഡി സവർക്കർ അധികാരത്തിൽ വന്നു. സർക്കാർ പറഞ്ഞ എന്താണ്, ഈ പറയുന്ന മോഡിഫിക്കേഷൻ ഞങ്ങൾ ലീഗലാക്കും, ഇല്ലീഗൽ എന്നുള്ളത് ഞങ്ങൾ ലീഗലാക്കും, എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി ചെയ്യും. ഇത് കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നല്ലൊരു ശതമാനം ഈ ജെൻസി പിള്ളേർ എന്താ വിചാരിച്ചതെന്നറിയോ? മോഡിഫിക്കേഷൻ നമുക്ക് ലീഗലാക്കും എന്ന് പറയുമ്പോൾ വാഹനം ഞങ്ങൾക്ക് തോന്നിയ രീതി ചെയ്യാൻ, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, അത് ആരും ചോദിക്കാൻ വരില്ല, കാരണം ഞങ്ങളുടെ വി ഡി സതീശൻ ജി പറഞ്ഞിട്ടുണ്ടല്ലോ വാഹനം മോഡിഫിക്കേഷൻ അലൗഡാണ്, ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവന്മാർ വണ്ടി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തു. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ബൈക്കിൻ്റെ ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് വേൾഡിൽ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോഴും ഞാൻ കാണുന്നുണ്ട് എത്ര വാഹനങ്ങൾ വന്നിട്ട് എക്സോസ്റ്റ് വെച്ചുകൊണ്ട് പോകുന്നത് അറിയാമോ? അപ്പോൾ ഈ ഒരു ചെറിയൊരു വാഗ്ദാനം ഈ വി ഡി സതീശൻ നൽകിയത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി. പിന്നെ എന്തിനാണ് ഇലക്ഷന് മുൻപ് ഇദ്ദേഹം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് പ്രസ്താവനകൾ നടത്തിയത്? അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ജെൻസി പിള്ളേരും വെറും മണ്ടന്മാരും ബുദ്ധിയില്ലാത്തവന്മാരും ആണെന്നുള്ളത്. അങ്ങനെ പ്രസ്താവന നടത്തിയപ്പോൾ ഞങ്ങളുടെ വി ഡി സവർക്കർ വന്നിട്ടുണ്ടടാ, ഞങ്ങൾ ഇനി ഞങ്ങളുടെ വാഹനങ്ങളെല്ലാം മോഡിഫൈ ചെയ്യും, ഞങ്ങൾ മോഡിഫൈ ചെയ്ത് നിൻ്റെയൊക്കെ മുന്നിൽ കൂടി, അന്നത്തെ ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകളുടെ മുന്നിൽ കൂടി പൊട്ടി ടപ്പേ ഡ്രർ എന്ന് പറഞ്ഞിട്ട് പോകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ മോഡിഫൈ ചെയ്തത്. പക്ഷെ ഇതിൽ കുറുക്കൻ്റെ ബുദ്ധിയായിരുന്നു വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യന്. അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധി വളരെയധികം അടിപൊളി, ബ്രില്യൻ്റ് ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തേ? ആ വാഹനം മോഡിഫൈ ചെയ്യണം, അല്ലെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞെടുത്ത് വാഹനം മോഡിഫൈ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ വാഹനം മോഡിഫൈ ചെയ്തവന്മാരെയൊക്കെ ഇന്നിപ്പം വെറും 44 ദിവസം കൊണ്ട് തന്നെ തൂക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇവരുടെ ഒരു ലാഭം എന്ന് തന്നെ പറയണം, ഈ കൊള്ള ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. വാഹനം മോഡിഫൈ ചെയ്യാനായിട്ട് അത് സമയം കൊടുക്കുന്നില്ലെന്നേ. അധികാരത്തിൽ വന്നിട്ട് 1 മാസമല്ലേ ആയുള്ളൂ, ചെയ്യാൻ സമയം കൊടുക്കുമെന്ന് പല കാര്യങ്ങളിലും നിങ്ങൾ പറയുമ്പോൾ അധികം നാളുകളായിട്ടില്ല അധികാരത്തിൽ വന്നിട്ടെന്ന് ഓർക്കണം. 1 മാസം കൊണ്ട് തന്നെയും 1 കോടി രൂപ 44 ലക്ഷം അടുത്ത് വരെ ഇവർ പിരിച്ചിട്ടുണ്ട് ഈ ഒരു ഫൈൻ ഇനത്തിൽ. അപ്പോൾ പൂക്കിയ മുഖ്യമന്ത്രി വിജയിപ്പിച്ചതോടുകൂടി വാഹനങ്ങൾ അങ്ങ് മോഡിഫൈ ചെയ്യാം, മോടി പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച മക്കൾക്ക് നല്ല 8ൻ്റെ പണി തന്നെ കിട്ടിയിരിക്കുന്നത്. നല്ല ഒന്നാം തരം പണിയെന്ന് തന്നെ പറയാം. എന്നിട്ടും ഒരു കുഴപ്പമില്ല, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, ചിരിക്കുന്ന മുഖ്യമന്ത്രി, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന യുവമാരുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പ്. എന്തായാലും ഞാൻ വീഡിയോ കാണിച്ചു തരാം ബാക്കി. വർദ്ധിക്കാൻ കാരണം വാഗ്ദാനം. മുഖ്യമന്ത്രി ഇടപെട്ട് ഉടൻ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പാവം യുവതലമുറയിൽപ്പെട്ടവർ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മുഖ്യാംഗ്യത്തിലൊക്കെ വിശ്വസിച്ചിരുന്നവർക്ക് പക്ഷേ പണിയാണല്ലേ. ഏതായാലും വലിയ തുക സർക്കാരിന് പിഴ ഇനത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നിടത്ത് പിഴിയുകയാണോ ഈ പൂക്കികളെ? തീർച്ചയായിട്ടും വിനിത, വെറും പണിയല്ല, നല്ല 8ൻ്റെ പണിയാണ് ജെൻസി പിള്ളേർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ മോഡിഫിക്കേഷൻ ഒന്നും വലിയ പ്രശ്നമില്ല, അതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ നടത്തിയ കുറേയധികം കുട്ടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ മോട്ടോർ വാഹന വകുപ്പിന്റെ
പിടി വീണിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പോളും കൂടിയാണ്. ഏതാണ്ട് 1 കോടി രൂപയാണ് 44 ദിവസം കൊണ്ട് പിഴ ഇനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഓരോരുത്തർക്കും പിഴ അടയ്ക്കാനുള്ള നോട്ടീസും മറ്റും നൽകിയിരിക്കുന്നത്. അത് മെയ് മാസം മാത്രം ഏതാണ്ട് 87 ലക്ഷം രൂപയുടെ അടുത്ത് വരും പിഴ നോട്ടീസ് നൽകിയത്. അതിൽ ഏതാണ്ട് ഒരു 14 ലക്ഷം രൂപ ഇതിനകം തന്നെ സർക്കാരിന് വരുമാനമായി കിട്ടിയിട്ടുണ്ട്. ഈ മാസം ഇതുവരെ, ഇന്നിപ്പോ 13-ാം തീയതിയായി, ഇതുവരെ 480 കേസുകളാണുള്ളത്. അതിലും ഏതാണ്ട് 14 ലക്ഷം രൂപയുടെയാണ് പിഴ ഈടാക്കാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും മുമ്പത്തെ പോലെ പരിശോധനകളൊന്നും ഉണ്ടാവില്ല. ഇനി പരിശോധിച്ചാൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി രൂപമാറ്റം വരുത്തിയ ആളുകളാണ് ഇപ്പോൾ പെടാപ്പാടുപെട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് മോഡിഫൈ ചെയ്തു എന്ന് നമ്മുടെ വി.ഡി. സതീശൻ പറഞ്ഞത് കേട്ടിട്ട്, അല്ലെ മോഡിഫൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ പറഞ്ഞത് കേട്ടിട്ട് ചാടിക്കേറി അറ്റവും മൂലയൊക്കെ കേട്ടിട്ട് മോഡിഫൈ ചെയ്യാൻ പോയ പിള്ളേർക്ക് കിട്ടിയിരിക്കുന്ന 8ന്റെ പണിയാണിത്. കാരണം ഇനിയിപ്പം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും പിടി വീഴും. ആ മോഡിഫൈ ചെയ്ത വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാലും വലിയ സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഈ ചെയ്ത പിള്ളേർക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വേണം. ജെൻസി പിള്ളേര് ഞങ്ങൾ വാഹന പ്രേമികളാടാ നിന്നെ തോൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെ വലിയ രീതിയിൽ ക്യാമ്പയിനൊക്കെ ചെയ്തുകൊണ്ട് പല ആളുകളും കമൻ്റൊക്കെ ചെയ്യുകയും കുറേ പോസ്റ്റുകളൊക്കെ ChatGPT ഇട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്നാൽ അവന്മാരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഇത്രയും ഗതികെട്ടവനുണ്ടോ വേറെ ഈ ലോകത്ത് ദൈവമേ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന രീതിയിലായിരിക്കണം അവന്മാരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്തായാലും പിണറായി വിജയനെ അങ്ങ് തീർത്ത് കളഞ്ഞപ്പോൾ, പിണറായി വിജയനെ അങ്ങ് ഭരണത്തിൽ നിന്ന് മാറ്റി കളഞ്ഞപ്പോൾ എല്ലാം നേടി എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന ജെൻസി പിള്ളേരടക്കമുള്ള ആളുകൾ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ട് മനം കുളിരണം. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം വലിയൊരു സംഭവമൊന്നുമല്ല എന്ന് ഞാനും വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങൾ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ മോഡിഫിക്കേഷൻ ഓക്കെയാണ്. പക്ഷേ ഈ കണ്ണാപ്പിത്തരം കാണിക്കുക, വാഹനത്തിന് ഈ സ്പ്ലെൻഡറൊക്കെ ആയിരിക്കും ഇരിക്കുന്ന ബൈക്ക്, ആ ബൈക്കിൽ എല്ലാവർക്കും അവരവരുടെ സാധനങ്ങൾ വലുത് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയാം, കളിയാക്കിയൊന്നുമല്ല. പക്ഷെ അതിൽ എക്സോസ്റ്റ് കയറ്റിയിട്ട് ഭയങ്കര രീതിയിൽ പൊട്ടിച്ച് തീയൊക്കെ ചീറ്റിച്ചുകൊണ്ടൊക്കെ പോകുക എന്ന് പറയുന്നത് അതത്ര നല്ല രീതിയൊന്നുമല്ല. അതിന് ഈ സർക്കാർ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എല്ലാ രീതിയിലും മോഡിഫൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പിള്ളേരുടെ വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരുമാതിരി കൊള്ള പലിശയേക്കാൾ വൃത്തികെട്ട പരിപാടിയാണ്. പലിശ ഇതിനേക്കാൾ നല്ലത് വട്ടിപ്പലിശയാണെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം, അല്ലേ? ഈ പലിശ പിരിക്കുക അല്ലെങ്കിൽ നികുതി പിരിക്കുക എന്നൊക്കെ പറയാൻ എന്തൊരു വൃത്തികെട്ട ഒരു പ്രവണതയാണ്. ഇതിനെ ആയിരിക്കും നമ്മുടെ വി ഡി ഗവൺമെൻറ് പൂക്കി സർക്കാർ പറഞ്ഞത്, ജനങ്ങൾ പോലും അറിയാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കണം. അതായത് പൂമ്പാറ്റ തേൻ നുകരുന്നത് പോലെ, പൂവിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ ആയിരിക്കണം ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നതെന്ന് പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നൈസായിട്ട് ഇങ്ങനെ നികുതി പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ലക്ഷം രൂപ, ലക്ഷമോ കോടിക്കണക്കിന് രൂപയല്ലേ വെറും 44 ദിവസങ്ങൾ കൊണ്ട് തന്നെ പൊതുഖജനാവിലേക്ക് കയറിയിരിക്കുന്നത്. പൂച്ച പറ്റി കിടക്കുന്ന പൊതുഖജനാവ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് VDS സർക്കാർ. എന്തായാലും വാഹനപ്രേമികൾക്ക് സന്തോഷമായി എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഒരുപാട് പൂക്കി എഫക്റ്റുകൾ വരാനുണ്ട്. അതിലൊക്കെ നല്ല രീതിയിൽ സന്തോഷിച്ച മക്കളെ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.